ഹായ് എവരി വൺ. സോ ഒത്തിരി നാൾ കൂടിയാണ് ഒരു മലയാളം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പോൾ സാറ്റർഡേ ആഫ്റ്റർനൂൺ ഞാൻ ഒന്ന് ഉറങ്ങാനായിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഫോൺ റിങ് ചെയ്തു. അപ്പോൾ എൻ്റെ ഉറക്കം അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഉറക്കം പോയി കഴിഞ്ഞ് പിന്നെ എനിക്ക് കിടക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ബൈബിളൊക്കെ വായിക്കാം, കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് ഞാൻ മിനിസ്ട്രി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഓഫീസിൻ്റെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. അപ്പോൾ സാറ്റർഡേ ആണ് ഞാൻ മിനിസ്ട്രി ഉണ്ടെങ്കിൽ അപ്പോൾ പോകും, സാറ്റർഡേ സൺഡേ. അല്ലാത്തപ്പോൾ ഫ്രീ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുകയും ഒന്ന് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഉറക്കം പോയപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ശരി വന്ന് ബൈബിള് പ്രിപ്പയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിരുന്നാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു എന്നാൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തേക്കാം. സാധാരണ ഞാനൊരു ടൈമൊക്കെ വെച്ച് ഒരു ലൈറ്റ് സെറ്റപ്പൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ ചെയ്തു തരും. അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഓർത്ത് അതൊരു ചിലപ്പം നമുക്ക് അത് കാരണം വീഡിയോ എടുക്കാനായിട്ട് തടസ്സങ്ങൾ വരും. അപ്പോൾ ഒരു കാഷ്വലായിട്ട് സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാൽ ഞാനിവിടെ ഇപ്പം ഡൈനിങ് ടേബിളിലിരുന്നിട്ട് ബൈബിൾ പഠിക്കുകയാണ്, ഇവിടെ ഒരു സെറ്റപ്പ് തരുവാണെങ്കിൽ എനിക്കിടയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുമ്പം ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് സെറ്റ് ചെയ്ത് തന്നാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല, ലൈറ്റിങ്ങും ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. അപ്പം സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ സാറ്റർഡേ ഈവനിങ് ഒരു ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ആ സമയത്താണ് എല്ലാ വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോഴാണെങ്കിൽ നമുക്കൊരു ഐഡിയ വരുമ്പോൾ അത് എടുത്താലാണ് അത് നന്നായിട്ട് പറയാൻ പറ്റുന്നത്. സമയം കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ചിട്ടപ്പെടുത്തിയതൊക്കെ മറന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചു. അപ്പം ഞാനോർത്ത് സാറ്റർഡേ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം എന്നും കൂടെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. യൂഷ്വലി സാറ്റർഡേ മിനിസ്ട്രി ഇല്ലെങ്കിൽ നമ്മൾ മിനിസ്ട്രിക്ക് പോകുന്നില്ല എങ്കിൽ സാറ്റർഡേ ആണ് ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് സാറ്റർഡേ ആണ് എൻ്റെ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ മേജർ ഒരു കുക്കിംഗ് ചെയ്യുന്ന സമയം അതാണ്. വീക്ക് ഡേയ്സിൽ നമുക്കിവിടെ ഹെൽപ്പുണ്ട്, ഹെൽപ്പ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാറില്ല കുക്കിങ്ങിൽ. അപ്പോൾ സാറ്റർഡേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാറ്റർഡേ ആണ് നമ്മൾ സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. വീക്ക് ഡേയ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു തോരന്, പിന്നെ ഒരു കറി, പിന്നെ ചോറ്, റെഡ് റൈസാണ് നമ്മൾ വെക്കുന്നത്, പിന്നെ ഫിഷ് എപ്പോഴും കാണും, കറിയോ ഫ്രൈയോ എന്തെങ്കിലും കാണും. അങ്ങനെയാണ് മൺഡേ ടു തേഴ്സ്ഡേ. ഫ്രൈഡേ നമ്മൾ വെജിറ്റേറിയനാണ്, നോയമ്പാണ്. അപ്പോൾ അന്ന് ഫിഷില്ല. പിന്നെ സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ ചിക്കനോ മീറ്റോ ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അന്ന് ഞാനാണ് കുക്ക് ചെയ്യുന്നത് സാറ്റർഡേ. എൻ്റെ ഹെൽപ്പുണ്ട്, പുള്ളിക്കാരിയും വരും, ഞാനും കൂടെ ചേർന്ന് സാറ്റർഡേ സൺഡേ 2 ദിവസത്തെ കുക്കിംഗ് ചെയ്യും. അപ്പോൾ സൺഡേ സാബത്ത് ആയതുകൊണ്ട് അധികം കുക്കിങ്ങിന് പോകാറില്ല. അപ്പോൾ സൺഡേ നമ്മൾ ഏറ്റവും നല്ലതായിട്ട് സാബത്ത് ആചരിക്കാനായിട്ട് നോക്കും. അപ്പോൾ മാക്സിമം ടൈം നമ്മൾ ഫസ്റ്റ് ഹാഫ് പള്ളിയിലായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ നോക്കും. അപ്പം കുക്കിങ്ങിന് അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ അതെല്ലാം നേരത്തെ തന്നെ സാറ്റർഡേ തന്നെ ചെയ്ത് വെക്കും. ഒന്നുകിൽ ഹാഫ് ചെയ്ത് വെക്കും, പിറ്റേ ദിവസം ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് തീർക്കാവുന്ന പോലെ. അപ്പം ഇന്നിപ്പോൾ ഞാൻ വെച്ചത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി വെച്ചിട്ട് ഹാഫ് നാളത്തേക്ക് ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രൈഡ് റൈസ് ആണെങ്കിൽ പകുതി വെജിറ്റബിൾ ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെക്കും. ഇന്നത്തേക്കുള്ള റൈസും വെജിറ്റബിളും മിക്സ് ചെയ്തെടുക്കും. നാളെ റൈസ് മാത്രം ബോയിൽ ചെയ്തിട്ട് വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അതൊരു 20 മിനിറ്റ്സ് അതിൽ കൂടുതൽ എടുക്കത്തില്ല ആ സമയം. റൈസ് കുക്ക് ചെയ്യാനുള്ള ഒരു സമയം അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബിരിയാണി ആണെങ്കിലും അങ്ങനെ തന്നെ. സൺഡേ ഞാനത് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് റൈസ് കുക്ക് ചെയ്തിട്ട് ദം ചെയ്തെടുക്കും. അപ്പം ഒരു 40 മിനിറ്റ്സ് മാക്സിമം അത്രേ ചെയ്യത്തുള്ളൂ. അപ്പം ഫസ്റ്റ് ഹാഫിൽ മേ ബി എനിക്ക് അത്ര സമയം എടുക്കത്തില്ല, ഒരു 2 hours ഒരാളുണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 hours 2 ദിവസത്തേക്കുള്ള കുക്കിംഗ് ഓൾമോസ്റ്റ് തീരും. ഒരു 11 മണിയായിട്ട് ഞാൻ 11 മണിയോടുകൂടി ഫ്രീ ആകും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനാണല്ലോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ നോക്കും, വചനങ്ങളൊക്കെ പഠിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ കുറച്ച് സമയം ഉറങ്ങും. ഇപ്പോൾ സാറ്റർഡേ സൺഡേയും ഉറക്കം വരുവാണെങ്കിലും വേറെ ഒരു പരിപാടികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് സമയം ഉറങ്ങും. അതേ സമയം ഉറങ്ങത്തില്ല, കുറച്ച് സമയം ഉറങ്ങും. പിന്നെ എഴുന്നേറ്റിട്ട് പിന്നെ വൈകിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം സാറ്റർഡേ ഈവനിങ് ആണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. സാറ്റർഡേ മോർണിംഗ് ഫുൾ ടൈമിൽ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എന്ത് വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എന്ത് ടോപ്പിക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫുൾ ടൈം അടുക്കളയിലൊക്കെ പണി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്തായിരിക്കും എടുക്കേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിലും ഞാൻ അതിന് ഒത്തിരി പ്രാർത്ഥിക്കും, കൊന്തയൊക്കെ ചൊല്ലും അതിന് മുമ്പ്.
കൊന്തയൊക്കെ ചെല്ലുമ്പോഴും എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓരോരോ ആശയങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പഠിച്ച വചനങ്ങളും വായിച്ച വചനങ്ങളും കേട്ട വചനങ്ങളും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ, എനിക്ക് കിട്ടിയ ഇൻസൈറ്റ്സ്, ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ കുക്കിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും വേറെ കൊന്ത ചൊല്ലുമ്പോഴാണെങ്കിലും എപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ആശയങ്ങൾ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം പലപ്പോഴും ദൈവം ഒരു ഇൻസൈറ്റ് പോലെ പല കാര്യങ്ങളും കാണിച്ചു തരാറും പറഞ്ഞു തരാറുമുണ്ട്. അപ്പം ദൈവം കാണിച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണത്. ഒരു നിമിഷം ഒരു വചനമായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഒരു 20-25 മിനിറ്റ്സ് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ആശയങ്ങൾ അതുപോലെ അങ്ങ് മനസ്സിലേക്ക് കയറും. അത് പെട്ടെന്ന് നമുക്കങ്ങ് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ മനസ്സിലാകുന്നതിന് ഒരു ക്ലാരിറ്റി കുറവില്ല, ഭയങ്കര ക്ലിയർ ആയിരിക്കും, ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്ന പോലെ. ഇപ്പം ഞാനൊരു ഫോർ എക്സാമ്പിൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നിട്ട് ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിക്കും, ഈശോയെ എന്തുകൊണ്ടിങ്ങനെ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നു, എന്തുകൊണ്ടിങ്ങനെ? അപ്പം ചിലപ്പോൾ ഉടനെ ഉത്തരവൊന്നും കിട്ടത്തില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ പള്ളി ഇരിക്കുമ്പോഴായിരിക്കും ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് വരും. ആ വചനം മനസ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ എന്താണോ ഞാൻ ചോദിച്ച ചോദ്യം അതിനെനിക്കൊരു ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്നത്, യാതൊരു കൺഫ്യൂഷനില്ല, അതിനെക്കുറിച്ച് പിന്നെ എനിക്കൊരു സംശയമില്ല, അത് സത്യമാണ്, ഉറപ്പാണ്, അങ്ങനെ ഒരു തോന്നൽ വരും. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പോയി പറയുവാണെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് അബൌട്ട് 20-25 മിനിറ്റ്സ് അബൌട്ട് ദാറ്റ് സബ്ജക്റ്റ്, അബൌട്ട് ദാറ്റ് ജസ്റ്റ് വൺ വേർഡ്സ്, റൈറ്റ്? ദാറ്റ് ഈസ് ഹൗ ഗോഡ് ഈസ് ഗിവിങ് മീ ദാറ്റ് ഇൻസൈറ്റ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. അപ്പം അങ്ങനെ ഇൻസൈറ്റ് കിട്ടുവാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോഴാണ് അങ്ങനെ. ചിലപ്പോഴാരോ പറഞ്ഞു തരുന്ന പോലെ, ഒരു ചിട്ടപ്പെടുത്തി തരുന്ന പോലെ മനസ്സിലേക്ക് ആശയങ്ങൾ ഇങ്ങനെ വരും, കുത്തൊഴുക്ക് പോലെ. പക്ഷെ എന്താശയങ്ങൾ എനിക്ക് പുതിയതായിട്ട് കിട്ടുവാണെങ്കിലും ഞാനത് അങ്ങനെ ആരോടും പറയത്തില്ല. കാരണം തെറ്റായ പഠിപ്പിക്കലുകളാണ് ഈ അവസാന കാലത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം. ബൈബിൾ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. വ്യാജപ്രവാചകന്മാരുടെ നമ്പേഴ്സ് പണ്ട് തൊട്ടേ ഉണ്ട്, ഒത്തിരി കൂടും. തെറ്റായ പഠിപ്പിക്കലുകൾ, ആൾക്കാർക്കുണ്ടാകുന്ന തെറ്റായ ബോധ്യങ്ങൾ, ഹെറസീസ് ഒക്കെ ഒത്തിരി വർദ്ധിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, അല്ലെ എനിക്കതിൽ ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് 100% ഉടനെ അത് സത്യമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് വീഡിയോ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് പറയത്തില്ല. കാരണം ശരിക്കും നമ്മൾ ഈ ഡിസപ്ഷനെ കുറിച്ച് നല്ല ബോധവാന്മാരും ബോധവതികളുമായിരിക്കണം. എനിക്ക് തെറ്റ് പറ്റാം, എനിക്കും ഡിസപ്ഷൻ സംഭവിക്കാം, അങ്ങനെ ഒരു സാധ്യതയുണ്ട് അല്ലേ? അപ്പം അതിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളെല്ലാ സ്റ്റെപ്പും എടുക്കണം. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പണ്ട് ചെറുതായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്ന സമയത്ത് എൻ്റെ അറിവ് കുറവ് കൊണ്ടും എനിക്കൊത്തിരി ഡിസപ്ഷൻ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി മിസ്റ്റേക്കുകൾ എനിക്ക് മനസ്സിലാക്കിയതിൽ വന്നിട്ടുണ്ട്, എൻ്റെ ബോധ്യങ്ങളിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര കെയർഫുള്ളാണ്. ഇപ്പോൾ എനിക്കൊരാശയം കിട്ടിയെന്ന് പറഞ്ഞ ഉടനെ ഞാനത് പറയത്തില്ല, അങ്ങനെ ഞാനത് കൃത്യമായിട്ട് നോക്കും. ബൈബിളിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ, എങ്ങനെയാണ് ആ ബൈബിൾ അതിനെക്കുറിച്ച്, അതിൽ പല ഭാഗങ്ങൾ നമുക്ക് എടുക്കാമല്ലോ. ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, CCC, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സെയിൻസ് എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? അപ്പം എനിക്കൊരു ഇൻസൈറ്റ് കിട്ടിയെങ്കിൽ, ഒരു പുതിയതായ ഒരു ഇൻസൈറ്റ് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തരുവാണെങ്കിൽ ഞാനത് കൃത്യമായിട്ട് നോക്കും. ഈസ് ഇറ്റ് ഇൻ അലൈൻമെൻറ്റ് വിത്ത് ബൈബിൾ ഓർ ദ ചർച്ച് ടീച്ചിങ് ഓർ CCC ഓർ വിത്ത് സെയിൻസ് ടീച്ചിങ്? അത് ഞാൻ കൃത്യമായിട്ട് നോക്കും. കൃത്യമായിട്ട് നോക്കിയിട്ട് മിക്കവാറും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം അത് ശരിയാണെന്ന്. പക്ഷേ എങ്കിൽ പോലും ഞാനിങ്ങനെ നോക്കിയിട്ട് അതിലൊരു തെറ്റില്ല, അതിലൊരു കുഴപ്പമില്ല, അതിനകത്തൊരു ഹെറസി ഇല്ല, അതിലായിട്ട് ഒരു തെറ്റായ പഠിപ്പിക്കലല്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, പിശാച് മനുഷ്യരിലേക്ക് കടക്കാനായിട്ട് ഒരു പഴുത് നോക്കിയിരിക്കുക. അപ്പോൾ ഒത്തിരിയേറെ മാർഗങ്ങളിലൂടെ പിശാച് ഉള്ളിലേക്ക് കടക്കും. പിശാച് നുണയനും നുണയരുടെ പിതാവുമാണെന്നാണ് ബൈബിൾ പറയുന്നത്. ആരംഭം മുതൽ ഹവ്വായെ ഡിസീവ് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പൂർണ്ണമായ നുണ അവൻ പറയത്തില്ല. അവൻ മാക്സിമം കാര്യങ്ങളും സത്യം പറഞ്ഞിട്ട് ചെറിയൊരംശം നുണ മാത്രമേ അതിൽ തിരകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു 95% ട്രൂത്ത് പറഞ്ഞിട്ട് ഒരു 5% തെറ്റ് അതിൽ തിരികിയിട്ട് അതുവഴി നമ്മുടെ ചിന്തകളെ മാറ്റിയിട്ട് സ്ലോലി, ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്സ്, സ്ലോ പോയിസൺ, സ്ലോ ആയിട്ട് നമ്മളെ സത്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകും. അതാണ് പിശാചിൻ്റെ തന്ത്രമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് എത്ര
അത്രമാത്രം ഇപ്പം നമുക്ക് ചിലപ്പം പല ആർഗ്യുമെൻറ്റ്സും കേൾക്കുമ്പോഴും ഇത് കറക്റ്റാണല്ലോ എന്ന് തോന്നാം അല്ലേ. നമ്മളിപ്പോൾ പല ആർഗ്യുമെൻറ്റ്സ് ഇപ്പം ബൈബിള് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നവർ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ വെളിയിലുള്ളതാണെങ്കിലും തെറ്റായ പല കാര്യങ്ങളും വളരെ ബുദ്ധിയുള്ള ഒരാൾ ഭയങ്കര ലോജിക്കൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സത്യമാണെന്നൊരു തോന്നൽ വരും. അങ്ങനെയാണ് പിശാച് മനുഷ്യരെ ഡിസീവ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു 100% ഒരു കള്ളത്തരം പറഞ്ഞിട്ടല്ല. ചിലപ്പോൾ ഒരു 98% ട്രൂത്ത് പറഞ്ഞിട്ട് ഒരു 2% അതിനകത്ത് ലൈ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിരിക്കണം. അപ്പോൾ ഞാനത് ഭയങ്കരമായിട്ടൊരു കെയർഫുള്ളാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു തെറ്റായ അറിവിലൂടെ തെറ്റായ ബോധ്യത്തിലൂടെ പിശാചിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാം. നമ്മുടെ പിശാചിന് ഒരു ഡോർ നമ്മൾ തുറന്നു കൊടുക്കുമെന്ന് പറയാം. കണ്ണുകളുടെ ദുരാശ ഒരു ഡോറാണ്. നമ്മൾ കണ്ണുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുക, ചിത്രങ്ങൾ വാച്ച് ചെയ്യുക, പോണോഗ്രഫി വാച്ച് ചെയ്യുക, എന്തൊക്കെ ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത്? കണ്ണുകൾ വഴി ആ തിന്മ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ആ ഇമേജ് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് പിന്നെ ആ പിശാച് ഉള്ളിൽ കയറി അത് പിന്നെ പോകാൻ വലിയ പാടാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് അത് മായ്ച്ചു കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് പിശാചിനൊരു എൻട്രി പോയിന്റ് കൊടുക്കരുത്. കള്ളൻ വരുന്നത് കവർച്ച ചെയ്യാനാണ് അല്ലേ, നമ്മളെ നശിപ്പിക്കാനാണ്, ഡിസ്ട്രോയ് ചെയ്യാനാണ്. ഈവും ആഡമും എത്ര സന്തോഷമായിട്ടാണ് ഏദനിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ സന്തോഷത്തിൽ അസൂയ കൊണ്ട പിശാച് അവരെ കള്ളം പറഞ്ഞ് പറ്റിച്ച് നിന്ദകരാക്കി, ദൈവത്തെ അനുസരിക്കാത്തവരാക്കി അല്ലേ. അങ്ങനെ അവരുടെ സന്തോഷം കളഞ്ഞ് അവരെ ആ പർദീസായിൽ നിന്ന് ദൈവത്തിന് പുറത്താക്കേണ്ടി വന്നു അല്ലേ. ആ ഒരു പെർഫെക്റ്റ് ഗ്രേസിൽ നിന്ന് ആ പെർഫെക്റ്റ് സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ നിന്ന് അവർ വീണുപോയി. പിശാചിൻ്റെ അസൂയ മൂലമാണ് അവർ വീണുപോയത്. പിശാചിൻ്റെ അസൂയ മൂലം. ഇന്നും ആ സെയിം പിശാചാണ് വർക്ക് ചെയ്യുന്നത്. ഹി അപ്ലൈസ് ലോട്ട് ഓഫ് സ്ട്രാറ്റജീസ്. നമ്മളെക്കാട്ടിലും ഒരു ഇൻ്റലിജൻറ്റ് സ്പിരിറ്റാണ്, നമ്മളെക്കാട്ടിലും ഒത്തിരി ഇൻ്റലിജൻസ് കൂടിയ ഒരു സ്പിരിറ്റാണ്. അപ്പോൾ നമ്മളെ വളരെ ഈസി ആയിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാം, ഡിസീവ് ചെയ്യാം. അപ്പോൾ കൃത്യമായ അറിവുകൾ, തെറ്റായ ബോധ്യങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. അത് പിശാചിന് നമ്മളൊരു ഡോറ് തുറന്നു കൊടുക്കുന്ന പോലെയാണ്. അപ്പം ഞാൻ ഒത്തിരി കെയർഫുള്ളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ബാക്കി ഞാൻ പ്രാർത്ഥിക്കും. ദൈവമേ അവിടുന്ന് തന്നെ എന്നെ കാത്തോളണം. എൻ്റെ നാവ് ഞാൻ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അവിടുന്ന് തന്നെ എൻ്റെ നാവിലൂടെ സംസാരിക്കണം, അവിടുന്ന് തന്നെ എൻ്റെ ചിന്തകളുടെ നാവിൻ്റെയും നിയന്ത്രണം ഏറ്റെടുത്ത് സംസാരിക്കണമെന്ന്. കാരണം നമ്മുടേതായ ഒരു തെറ്റായ വാക്ക് പോലും അൾത്താരയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവനാമത്തിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഡിസീവ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമാണ്. എൻ്റെ ഒന്നാമത്തെ സ്നേഹം, ദാറ്റ് ഹീ ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി. എന്നെ അവൻ വിളിച്ചിരിക്കുന്നത് അവനെ സ്നേഹിക്കാനും അവനെ അനുസരിക്കാനുമാണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവൻ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം ചെയ്ത് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് വലിയ അതിൽ നിന്നൊരു ലാഭം, ഒരു തരത്തിലുള്ള ഒരു പ്രോഫിറ്റും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധനം അതിൽ നിന്നോ ഒരു പൈസ ഉണ്ടാക്കാനോ പൈസയ്ക്ക് വേണ്ടിയോ നമ്മളത് ചെയ്യുന്നില്ല. എവിടെ പോയാലും പൈസയ്ക്ക് വേണ്ടി ചെയ്യാറില്ല. ഇപ്പം യൂട്യൂബ് പോലും ചെയ്യുമ്പോഴും ഫ്യൂച്ചറിൽ മോണിറ്റൈസ് ചെയ്യാവുന്ന ഒരവസ്ഥയാണെങ്കിൽ പോലും നമ്മളത് ചെയ്യത്തില്ല. കാരണം അത് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുക. അതെനിക്ക് നമ്മൾ സുവിശേഷം ചെയ്യുന്നവർ പൈസ വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സുവിശേഷം ചെയ്യുന്നവർ സുവിശേഷത്താൽ തന്നെ ജീവിക്കണം, അത് അവരുടെ ഉപജീവന മാർഗമാണെങ്കിൽ. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ചെയ്യണം, ഞങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ധനം എന്നൊരു മോട്ടിവേഷൻ ഇല്ല, ഫെയിം എന്നൊരു മോട്ടിവേഷൻ ഒട്ടുമേ ഇല്ല. കാരണം കർത്താവ് സ്ഥാപിച്ച സഭ എത്ര വേദനയോടുകൂടിയും എത്ര നൊമ്പരത്തോടുകൂടിയും എത്ര ഹ്യൂമിലിയേഷനും സഫറിങ്ങും ഏറ്റെടുത്താണ് അവൻ അത് സ്ഥാപിച്ചത്. അപ്പം ദൈവമാണ് അതിൻ്റെ എല്ലാ ഗ്ലോറിക്കും അവകാശി എന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. അപ്പം അങ്ങനത്തെ യാതൊരു മോട്ടിവേഷനും ഇല്ല. അപ്പം അങ്ങനെ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കർത്താവിനോട് ഞാൻ പറയുന്നത്, തെറ്റായ ഒരു വാക്ക് പോലും എൻ്റെ നാവിൽ നിന്ന് വരാൻ കർത്താവെ അവിടെ നിന്ന് അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട്. അപ്പം മനുഷ്യമായ ബലഹീനതകൾ എല്ലാവർക്കും ഉണ്ട്, മനസ്സിലാക്കലുകളിൽ ചില തെറ്റുകളൊക്കെ വരാം. പക്ഷേ മാക്സിമം
അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം അത് ഒത്തിരിയേറെ ടൂൾസ് ഉപയോഗിച്ചും എൻ്റെ കയ്യിൽ ലോഗോസിൻ്റെ ഒരു മുഴുവൻ ബൈബിളുണ്ട്. അതിനകത്ത് എല്ലാ നവാരയുടെ ഒത്തിരി ഇൻ്റർപ്രിട്ടേഷൻസും കാത്തലിക് ടീച്ചിങ്സും പിന്നെ നവാര ബൈബിളിൻ്റെ എല്ലാ ഹാർഡ് കോപ്പീസ് ഉണ്ട്, സോഫ്റ്റ് കോപ്പി ഉണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി ടൂൾസ് ഓൺലൈനിൽ തന്നെ നമുക്കിപ്പോൾ എല്ലാം ChatGPT അങ്ങനത്തെ ടൂൾസുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. ഒരു കാര്യം നമ്മൾക്ക് എന്താണ് CCC പഠിപ്പിക്കുന്നത്, CCCയുടെ റെഫർ ചെയ്യാൻ നമുക്ക് CCC എന്താ പഠിപ്പിക്കുന്നത്, അല്ലെ ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്നൊക്കെ നമുക്ക് ഒത്തിരി റെഫർ ചെയ്യാം അല്ലേ. അപ്പോൾ ഒത്തിരി റെഫർ ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. നമ്മളത് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യനും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരണം. ഭാഗികമായ സത്യങ്ങൾ കുഴപ്പമില്ല, പക്ഷേ അതല്ല ഒരു നമ്മൾ നമ്മുടേതായ എല്ലാ എഫേർട്ടും ഇട്ടിട്ട് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യണം. ക്രിസ്തു എന്തിനു വന്നു, എന്തുകൊണ്ട് മരിച്ചു, ഇതൊക്കെ പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാം അല്ലേ. അപ്പം അതിനൊക്കെയുള്ള കൃത്യമായ ഉത്തരങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക, കൃത്യമായി പഠിക്കുക. അത് കറക്റ്റാണോ പഠിപ്പിക്കലെന്ന് എന്താ പറയുക ഡിസേൺ ചെയ്തെടുക്കുക. ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്പിരിച്വാലിറ്റിയിൽ. അപ്പം ഇനിയും ഞാനിപ്പം എൻ്റെ മനസ്സിൽ കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ എനിക്ക് ഇച്ചിരി ക്ലാരിറ്റി വരേണ്ടത്. അപ്പം ഞാനത് പ്രാർത്ഥിക്കുകയും അതിൻ്റെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയും ക്ലാസ് എടുക്കാൻ പോകാത്തപ്പോഴാണ് അതിനൊക്കെ സമയം കിട്ടുന്നത്. കുറച്ച് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുന്നാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഉറക്കം നടന്നില്ല. അപ്പം ബൈബിൾ പഠിക്കാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ ഓർത്തൊരു ശരിയൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇനി ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് സ്ഥിരമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.